ഇന്ന് തമിഴ് ഇൻഡസ്ട്രിയിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അങ്ങനെ രജനീകാന്ത് കമൽഹാസൻ ചിത്രത്തിന് ഒരു നാഥനെ കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ആ നാഥൻ എന്ന് പറയുന്നത് ഭയങ്കരമായ എക്സ്പീരിയൻസ് ഉള്ള നാഥനൊന്നുമല്ല, ഒരൊറ്റ സിനിമ മാത്രം സംവിധാനം ചെയ്ത നാഥനാണ്. ആ ഒറ്റ സിനിമ കൊണ്ട് ശിവകാർത്തികേയന് 100 കോടി ക്ലബിൽ കയറ്റിയ സിബി ചക്രവർത്തിയാണ് ആ നാഥൻ. ഒരുപക്ഷെ വളരെ ഷോക്കിംഗ് ആണ്. ഇത്രയും അധികം സംവിധായകരുണ്ടായിരുന്ന ആ തട്ടകത്തിൽ സിബി ചക്രവർത്തിയെ പോലൊരു പുതുമുഖത്തിന് തലൈവറും ഉലകനായകനും ചേർന്ന് ഒരു അവസരം കൊടുക്കുക എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഷോക്കിംഗ് ആയിരുന്നു. ആ അനൗൺസ്മെൻറ്റ് വിട്ടൊരു ഷോക്കിംഗ് ആയിരുന്നു. കാരണം കഴിഞ്ഞ ദിവസമാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും അനൗൺസ്മെൻറ്റും ഒക്കെ പുറത്തു വരും എന്നുള്ള രീതിയിലേക്കൊരു അനൗൺസ്മെൻറ്റ് പോസ്റ്റർ വന്നത്. അതിന് പിന്നാലെയായിരുന്നു ഈ ഒരു അനൗൺസ്മെൻറ്റ് പോസ്റ്റർ കൂടെ അവർ പുറത്തു വിട്ടത്. അതായത് രജനീകാന്ത് തലൈവർ 173, രജനീകാന്തിൻ്റെ 171ാമത്തെ ചിത്രമായിരുന്നു കൂലി, 172ാമത്തെ ചിത്രം ജയിലർ 2, അതിൻ്റെ ഷൂട്ടിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. 173ാമത്തെ ചിത്രമാണ് ഇത്. സിബി ചക്രവർത്തിയുടെ സംവിധാനത്തിൽ വരുന്ന സിനിമ, ടൈറ്റിൽ ഇപ്പോഴും പുറത്തുവിട്ടിട്ടില്ല. കമൽഹാസൻ ആർ മഹേന്ദ്രനാണ് ഈ സിനിമ നിർമ്മിക്കുന്നത് എന്നുള്ളതാണ്. നമുക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ ഇത് അടുത്ത വർഷം പൊങ്കലിൽ 2027 പൊങ്കലിൽ ഈ സിനിമ റിലീസിനെത്തും എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു ഡീറ്റെയിൽ എന്ന് പറയുന്നത്. ആൻഡ് RKFI രാജ് കമൽ ഫിലിംസ് ഇൻ്റർനാഷണൽസിൻ്റെ ബാനറിലാണ് ഈ സിനിമ നിർമ്മിക്കപ്പെടുന്നത്. കമൽഹാസനാണ് ഇത് പ്രസൻറ്റ് ചെയ്യുന്നത്. എവ്രി ഫാമിലി ഹാസ് എ ഹീറോ എന്നുള്ളതാണ് ടാഗ്ലൈൻ. എവ്രി ഫാമിലി ഹാസ് എ ഹീറോ. കുടുംബചിത്രമാണോ? അറിയില്ല. കുടുംബത്തിൽ അകത്ത് കിടക്കുന്ന ചിത്രമാണോ? അറിയില്ല. ഇത് ആ ഒരു ടാഗ് ലൈനും കൊടുത്തിട്ടുണ്ട്. ആൻഡ് സിബി ചക്രവർത്തിയുടെ സിനിമ എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എത്ര സംവിധായകരുടെ കൈകളിലേക്ക് പോയി കറങ്ങി ഒക്കെ വന്ന സിനിമയാണ് ഈ സിനിമ എന്നുള്ളത് അറിയാവോ? ഒഫീഷ്യലി സുന്ദർ സീനെ വെച്ച് അനൗൺസ് ചെയ്ത പ്രോജക്റ്റ് സുന്ദർ സി 2 ദിവസം കഴിഞ്ഞിട്ട് ബാക്ക് ഔട്ട് ചെയ്യുന്നത് ഉൾപ്പെടെ നമ്മൾ കണ്ടു. സുന്ദർ സി പിന്നീട് ഒരു പോസ്റ്റ് ഇട്ടു, ഞാനില്ല, എനിക്ക് എന്തോ ചില വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ കാരണം ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത കാരണങ്ങൾ കാണാം, ഞാൻ ഈ സിനിമയിൽ നിന്നും പിന്മാറുകയാണെന്നത് സുന്ദർ സി ഉൾപ്പെടെ ഒഫീഷ്യലി പോസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ സംവിധായകരെ തേടുകയാണ്. ആര്? തമിഴ് സിനിമയിലെ 2 നെടുന്തൂണുകൾ കമൽഹാസനും രജനീകാന്തും ചേർന്ന് ആരെങ്കിലും ഞങ്ങളുടെ സിനിമയെ സംവിധാനം ചെയ്യാനുണ്ടോ എന്ന് പറഞ്ഞ് ഇങ്ങനെ തേടി നടക്കുക. എത്ര കൈകളിലേക്ക് പോയി. പ്രദീപ് രംഗനാഥൻ്റെ കൈകളിലേക്ക് ഉൾപ്പെടെ വന്നു. അവസാനം പ്രദീപ് തന്നെ പറഞ്ഞു, എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാൻ പറ്റില്ല, പക്ഷേ എൻ്റെ കൈകളിലൂടെ ആ സിനിമ പോയി എന്നത് പ്രദീപ് ഉൾപ്പെടെ പറഞ്ഞു. അങ്ങനെയാണിപ്പോൾ സിബി ചക്രവർത്തിയിലേക്ക് എത്തുന്നത്. സിബി ചക്രവർത്തി ഒരു ഹ്യൂജ് രജനീകാന്ത് ഫാനാണ്. അത് ഡോൺ എന്ന സിനിമ റിലീസാകുന്ന സമയത്ത് തന്നെ സിബി അത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സിബിയും രജനിയും ഒത്തുള്ള ഫോട്ടോസ് ഉൾപ്പെടെ സിബി പുറത്തു വിട്ടിട്ടുണ്ട്. തലവരുടെ വീട്ടിൽ പോയി സിബി കാണുകയൊക്കെ ചെയ്തു. ഈ സിനിമയുടെ സക്സസ് കാരണം സിബിയെ വിളിച്ച് അനുമോദിക്കുകയും ചെയ്തു രജനീകാന്ത്. ഡോൺ എന്ന സിനിമ ഒരുപക്ഷെ സിബിയുടെ ജീവിതകഥയായിരുന്നു ഡോൺ. അത് തന്നെയാണ് ശിവകാർത്തികേയന് ചക്രവർത്തി എന്നായിരുന്നു ശിവകാർത്തികേയൻ്റെ പേര്. സിബി ചക്രവർത്തി എന്നാണ് ഈ സംവിധായകൻ്റെയും പേര്. ചക്രവർത്തി എന്ന് ശിവകാർത്തികേയനും പേരിട്ടിട്ടാണ് ആ സിനിമ അങ്ങ് ചെയ്തത്. 13 മെയ് 2022 ഡോൺ സിനിമ റിലീസ് ചെയ്യുന്നത്. ഒരുപക്ഷെ തൻ്റെ ആദ്യ സംവിധാനത്തിൽ തന്നെ 100 കോടി ക്ലബിൽ ഇടം നേടുന്ന ഒരു സംവിധായകൻ, തമിഴ് സിനിമാ മേഖലയിൽ ഒട്ടാകെ തന്നെ വലിയ തരംഗമുണ്ടാക്കുന്ന ഒരു സംവിധായകനാണ്. അയാൾക്ക് മേൽ വീണ്ടും പ്രോജക്റ്റുകൾ വന്നുകൊണ്ടിരിക്കും. പക്ഷേ സിബി ചക്രവർത്തി അതിനുശേഷം ഒരു പ്രോജക്റ്റ് പോലും അനൗൺസ് ചെയ്യാൻ സാധിച്ചില്ല. 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സിബി പിന്നീട് ഇപ്പോൾ തലൈവർ 173 പ്രോജക്റ്റുമായിട്ട് എത്തുന്നത്. സ്വാഭാവികമായിട്ട് ഈ സിനിമയ്ക്ക് പിന്നാലെ തന്നെ എത്രയോ സംവിധായകരുടെ കൈകളിലേക്ക് പോയി. ലോകേഷിൽ നിന്നാണ് ഇത് തുടങ്ങിയത്. അതായത് രജനിയും കമലും കൂടെ ചേർന്ന് യുണൈറ്റ് ചെയ്യുന്ന സിനിമ ലോകേഷ് സംവിധാനം ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് ഇത് തുടക്കം കുറിച്ചത്. പക്ഷെ അതൊന്നും അല്ലാതെ സുന്ദർ സിയുടെ കൈകളിലേക്ക് പോയി. പ്രദീപ് രംഗനാഥൻ വഴി എത്രയോ സംവിധായകരിലേക്ക് പോയിട്ടുണ്ടാവും ഈ സിനിമ. നെൽസൻ്റെ കൈകളിലേക്കും കൂടി പോയി തട്ടിത്തടഞ്ഞ് എത്ര സംവിധായകരുടെ മേലൊക്കെ പോയിട്ടാണ് ഒടുവിൽ സിബി ചക്രവർത്തിയിലേക്ക് എത്തുന്നത്. ഒരുപക്ഷെ ഐ വുഡ് സേ സിബി ചക്രവർത്തി ഈസ് എ ടാലൻറ്റഡ് ഡയറക്ടർ. ഭയങ്കരമായി അയാളിൽ തന്നെ വിശ്വാസം അർപ്പിച്ച ഡയറക്ടർ ആയതുകൊണ്ടാണല്ലോ ആദ്യത്തെ സ്ക്രിപ്റ്റിൽ തന്നെ ലൈക്ക പ്രൊഡക്ഷൻസ് ആയിരുന്നു ഡോൺ എന്ന സിനിമയുടെ നിർമ്മാതാക്കൾ. സാധാരണ അങ്ങനെ ലൈക്കയുടെ ഭാഗത്തു നിന്നും ഒരു ക്ലീൻ ഹിറ്റുകളൊക്കെ വരാറില്ല. പക്ഷേ ഇത് ചെറിയ ബഡ്ജറ്റിൽ ലൈക്കയ്ക്ക് ഒരു നല്ല ഹിറ്റ് കൊടുത്ത ഒരു ഡയറക്ടറും കൂടിയാണ് സിബി ചക്രവർത്തി. ലൈക്ക ഒരു വലിയ പ്രതിസന്ധിയിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ. ചെയ്ത സിനിമകളൊക്കെ ഫ്ലോപ്പായി മാറുന്നു. പക്ഷേ ഒരു പിടിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു സിനിമയായിട്ട് ഡോൺ ലൈക്കയ്ക്ക് മാറ്റിയെടുത്തത് ഡോൺ തന്നെയാണ്. ഇപ്പോൾ ഇതാ തലൈവറുമായിട്ടുള്ള പണം സിബി അനൗൺസ് ചെയ്യുന്നു. സിബിയുടെ ഭാഗത്തുനിന്നും വരുന്നു. എന്തായിരിക്കും ഇതിൻ്റെ പ്രമൈസ് കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷേ സുന്ദർ സി ബാക്കൗട്ട് ചെയ്തതുപോലെ ഇനി ഒരു സംവിധായകനെയും കൂടെ മാറ്റി കളിക്കാതിരിക്കട്ടെ. ഈ പ്രോജക്റ്റ് ഇതേ രീതിയിൽ തന്നെ പോയി പൊങ്കൽ 2027 ഓൺ ആവട്ടെ.